നമ്മൾ ബന്ധുക്കളെ കല്യാണം കഴിക്കുന്ന മൂലം നമുക്കുണ്ടാകുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? നിങ്ങൾക്കും അറിയാം, തീർച്ചയായിട്ടും സാധ്യത ഉണ്ടെന്ന് തന്നെ നിങ്ങൾക്കറിയാം. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇന്ന് വന്നൊരു കപ്പിളാണ്. അവർ എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. അവർ ഒരു ചെറിയ ട്രീറ്റ്മെൻറ്റിലാണ് പ്രഗ്നൻ്റായി 3-ാം മാസ സ്കാനിൽ ചെറിയ സംശയങ്ങളുണ്ടായിരുന്നു. ഒരു 4 മാസമായപ്പോഴത്തേക്കും നമ്മൾ ആ വെള്ളം കുത്തിയെടുക്കുന്ന പരിശോധന ടെസ്റ്റ് ചെയ്തപ്പം ഒരു ഓട്ടോസോമൽ റിസസീവ് കണ്ടീഷൻ കണ്ടുപിടിച്ചു. ഓട്ടോസോമൽ റിസസീവ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജനിതകപരമായ അസുഖങ്ങളുടെ കുറേ ടൈപ്പുകളുണ്ട്. അതിൽ വരുന്ന ക്രോമസോമിൻ്റെ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളാണ് നമ്മുടെ ഈ ഓട്ടോസോമൽ റിസസീവ് അല്ലെങ്കിൽ ഡോമിനൻ്റ്, എക്സ് ലിങ്ക് ഡോമിനൻ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പം അതിലൊരു അസുഖമാണെന്ന് ആ കുട്ടിക്ക് കണ്ടുപിടിച്ചു. ആ കുട്ടിയെ നമ്മൾ അബോർഷൻ ചെയ്ത് മാതാപിതാക്കളിൽ ഈ ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ രണ്ടുപേരും ആ ഒരു അസുഖത്തിൻ്റെ കാരിയറാണെന്ന് മനസ്സിലായി. അപ്പോൾ അവരുടെ ഹിസ്റ്ററി എടുത്തപ്പം അവർ സെക്കൻഡ് കസിൻസ് ആയിരുന്നു. അപ്പം അവരുടെ ഗ്രാൻഡ് പേരൻറ്റിൻ്റെ സിബ്ലിങ് അങ്ങനെയാണ് കല്യാണം കഴിഞ്ഞത്, സെക്കൻഡ് കസിൻസ് ആയിരുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഓട്ടോസോമൽ റിസസീവ് കണ്ടീഷൻസ് നമ്മുടെ ജീനിൽ ഒളിഞ്ഞിരിക്കുക ചെയ്യുന്നത്. ഇത് ഒറ്റയ്ക്ക് ഒരാൾ, ഇപ്പോൾ എനിക്ക് ഒരു ഓട്ടോസോമൽ റിസസീവ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു അസുഖവും കാണില്ല. ഞാൻ കല്യാണം കഴിക്കുന്ന വ്യക്തിക്ക് ആ ഒരു ജീൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കുണ്ടാകുന്ന കുട്ടികൾക്കും പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഒരു ഫാമിലിയിൽ ഈ ഒരു റിസസീവ് കണ്ടീഷനുള്ള മറ്റ് പല കസിൻസും കൂടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു വ്യക്തിയെ കല്യാണം കഴിക്കുമ്പോൾ രണ്ടു പേർക്കും ആ ജീൻ ഉള്ളതുകൊണ്ട് തന്നെ അടുത്ത തലമുറയാകുമ്പോൾ എന്ത് പറ്റും, 25% സാധ്യതയുണ്ട് ഈ പറഞ്ഞ അസുഖം ഡോമിനൻ്റായിട്ട് കാണാൻ. ഡോമിനൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അസുഖബാധിതയാവാനുള്ള സാധ്യത ഉണ്ട്. അത് വലിയ അസുഖമായിരിക്കും. ചിലപ്പം ഈ പറഞ്ഞ പോലെ തലച്ചോറിനെ ബാധിക്കാം, അല്ലെങ്കിൽ നമുക്ക് അതൊരു ലൈഫ് മുന്നോട്ട് പോകുന്ന ഒരു അസുഖമായി കൊള്ളണമെന്നില്ല. ഇങ്ങനൊരു റിസ്ക് തീർച്ചയായിട്ടും നമ്മൾ ക്ലോസ് ബ്ലഡ് റിലേഷനുള്ള ആൾക്കാരെ കല്യാണം കഴിക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞു, വളരെ തുച്ഛമായ കുറച്ച് പേർക്ക് മാത്രമേ ഇതുണ്ടാകത്തുള്ളൂ. കാരണം ആദ്യം ഈ ഓട്ടോസോമൽ റിസസീവ് കണ്ടീഷൻ വേണം, പിന്നെ അത് കുഞ്ഞുങ്ങളോട്ടും വരണം. അപൂർവമാണ്, പക്ഷേ ഉണ്ടാകാം.